പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു വെജ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഉള്ളി, ഒരു വലിയ ഉള്ളി അരിഞ്ഞതും, പിന്നെ തക്കാളി, മല്ലിയില, പുതിനയില, പിന്നെ സോയാബീനും, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, തക്കാളി അരച്ചെടുത്ത. സോയാബീൻ ചൂടുവെള്ളത്തിൽ ഒഴിച്ചതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം റെഡി ആയി കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ പറ്റും. കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് പാകത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇടും. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടി ഇട്ടു. ഇനി ഒന്ന് നല്ലതുപോലെ വഴഞ്ഞിട്ടണം. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ആ ഒരു ഉള്ളിയും തക്കാളിയും വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി കേട്ടോ. അതാകുമ്പോൾ പാകത്തിന് എരിവ് നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഗരം മസാലയാണ് മെയിനായിട്ട്. പട്ട, ഗ്രാമ്പു ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ലല്ലോ. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മസാലക്കൂട്ടൊക്കെ സെറ്റായി. ഇനി ഒന്ന് നല്ലൊന്ന് ആ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകമൊക്കെ, ആ ഒരു അരപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചുവ മാറി മൂപ്പിച്ചെടുക്കുക. ഇനി കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത സോയാബീനുകളും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒന്ന് മൂത്ത് സെറ്റായി വരുമ്പോൾ പാകത്തിന് ഉപ്പും പിന്നെ തൈര് കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അരി കഴുകി വാർത്തെടുത്ത് വയ്ക്കണം കേട്ടോ. ഇനി വാർത്തെടുത്ത അരി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുക്കറിൽ ഒഴിച്ചിട്ട് കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് സെറ്റാവും. വെജിറ്റബിൾ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെജ് ബിരിയാണി. നമുക്ക് തൈരിന് വേണ്ട ഇതുണ്ടാക്കിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഉപ്പും തൈരിലിട്ടതിന് ശേഷം നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ തൈരിട്ടത് അങ്ങനെ പറയാം കേട്ടോ. അതാ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. നമ്മുടെ വെജ് ബിരിയാണിയും നമ്മുടെ തൈരും പിന്നെ പപ്പടം, അച്ചാർ വേണമെന്നുണ്ടാക്കി അച്ചാർ എടുക്കാം. പക്ഷേ ഇങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.